നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരു ഗംഭീര വീഡിയോ വന്നിട്ടുണ്ട്. നല്ല കിടുക്കാച്ചി ഒരു മറുപടിയാണ് നമ്മുടെ വിസർജൻ ചാനലിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഷാജു പാലിയോട്, നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഷാജു പാലിയോടിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഈ ജനൻ ടി വിക്കകത്ത് നമ്മുടെ അമ്പാരിക്കുട്ടി സംപ്രേഷണം ചെയ്തായിരുന്നു. അതുകൊണ്ട് ഷാജി പാലിയോട് ആരാണെന്നുള്ളത് കുറേ ആൾക്കാരെങ്കിലുമൊക്കെ അറിഞ്ഞു എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ ഒരു പാസ്റ്റർ നടത്തുന്ന പത്തന ദേവാലയത്തിൽ അവിടെ ഒരു കുട്ടിയുള്ള വാർത്ത നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഈ മതത്തെ വെച്ച് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കുറേ ക്ഷുദ്ര ജീവികളുണ്ട്. കാരണം അതെല്ലാ മതവിഭാഗത്തിലും ഉണ്ട്, ഇസ്ലാം മതത്തിലും ക്രൈസ്തവരിലും ഹിന്ദുവിലും എല്ലാം ഉണ്ട്. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ച ഈ സംഘപരിവാർ അടച്ചങ്ങോട്ട് ആ സമുദായത്തെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ മുഴുവൻ അങ്ങോട്ട് ആക്ഷേപിക്കാറാണ് സാധാരണ നമ്മുടെ ഈ വിസർജന ചാനലിനകത്ത് കാണാറുള്ളത്. ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ, ചിരിച്ച് മനുഷ്യൻ്റെ ഊപ്പാട് വന്നെന്ന് വേണം പറയാൻ. കാരണം ഫുട്ബോളിനെ ഇസ്ലാമികർ അങ്ങ് വിഴുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലൻ ടി വിക്കകത്ത് ഈ കീടാണുക്കളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് ചിലക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് ഒരു സ്വയം സേവ സംഘടനയായിട്ടുള്ള ഒരു സാധു മനുഷ്യൻ്റെ ബോഡി ഒരു മുസ്ലിം സഹോദരി ഏറ്റെടുത്ത് അത് ഹൈന്ദവ മത ആചാരപ്രകാരം ദഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചിട്ട് ഈ മലൻ ടി വിക്കകത്ത് വന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഈ മലൻ ടി വിയിൽ ഒരു വാർത്ത ചെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ അടിച്ചണ്ണാക്കി കെട്ടി കൊടുത്തപ്പം അവസാനം കരഞ്ഞു മോങ്ങി നിലവിളിച്ച് വന്നിരുന്ന് മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടു. മാപ്പ് പറയല് പിന്നെ ഇവരുടെ ഒരു ശീലമാണല്ലോ. കാരണം പൂർവികന്മാർ കാണിച്ചു കൊടുത്തിട്ടുള്ള അതേ പാതയിലാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. ഈ സംഘപരിവാറിനെ പറയുമ്പോഴത്തേക്ക് ഉടനെ ഇമാരെ അങ്ങോട്ട് മൂപ്പിക്കാൻ തുടങ്ങും. നിന്നെ അതാക്കിക്കളയും, ഞങ്ങളാണ് ഭരിക്കുന്നത്, നിന്നെ ചെത്തിക്കളയും, അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇവിടെ ഒരുപാട് നിരപരാധികളെ തൂക്കിയെടുത്ത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നും എല്ലാം നമുക്കറിയാം. ഇതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പേടിച്ച് വിറച്ചിരുന്നിട്ടല്ല ഇതൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഷാജി പാലിയോട് നമ്മുടെ വിസർജനം ചാനലിന് കൊടുക്കുന്ന ഈ മറുപടിയില്ലേ, അതൊന്ന് കേൾക്കണം കേട്ടാ. മാസാണ് കേട്ടാ, കണ്ടുപോയിക്കോളൂ. നാണക്കേടാ ഈ തിരുവനന്തപുരത്ത് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുന്ന ഈ പാലിയോടുള്ള എന്റെ വാർത്ത എടുത്ത് നിങ്ങൾക്ക് ഇടാൻ വേണ്ടി ഞാരുടെ ഗുണ്ടബിനുവാണ്. പിന്നെ ജനചാനലിനോട് എനിക്കൊരു കടപ്പാട് ഇപ്പൊ ഉണ്ട്. കാരണം എന്നറിയാം, എന്റെ കൂട്ടുകാരന്മാർ വിചാരിച്ചിട്ട് എന്നെ ഉയർത്താൻ പറ്റിയില്ല, പള്ളിയിലുള്ളവർ വിചാരിച്ചിട്ടും ഒരു പരിധിവരെയൊക്കെ ഉയർത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങള് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പ്രവാചകന്മാരൊക്കെ എന്റെ അടുത്ത് പറയും, നീ ലോകം മുഴുവനും നീ അറിയും, യെരുശലേമിൽ, യഹൂദിയയിൽ, ശമരിയിൽ ലോകം മുഴുവനും നിന്റെ പേര് പ്രസ്താവപ്പെടും. പക്ഷേ ഞാൻ ഒരു വാക്യം പോൽ കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ വഴികൾ മന്ദമാരുതലിലൂടെ മാത്രമല്ല കൊടുങ്കാറ്റിലൂടെയുണ്ട്, മിത്രത്തിലൂടെ മാത്രമല്ല ശത്രുവിലൂടെയുണ്ട്. ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞ് നീ വിചാരിക്കുന്നിടത്ത് കൂടെയല്ല, അപ്പൊ വിചാരിക്കുന്ന വ്യക്തികളിലൂടെ എന്നെ ഉയർത്തും ഉയർത്തും ഉയർത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതിന്റെ അസ്ഥാനത്തായി വിചാരിക്കാത്ത ശത്രുവെന്ന് അല്ലെങ്കിൽ എതിരാളിയെന്ന് ചിന്തിച്ചവരിലൂടെ എന്നെ ഉയർത്തുവാൻ, എന്നെ മാനിപ്പാൻ എന്തുള്ളൂ ഞാൻ എന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ആലോചിക്കുകയാണ്. എനിക്ക് വേറൊരു കാര്യം തമാശ വേണം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ പഴിഞ്ഞും കാന്താരി മുളകും ചാളക്കരുവാടും കൂടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് +64 +78 എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ഓസ്ട്രേലിയ അവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നു. ഞാൻ ആരുടാന്ന് ചോദിക്കുന്നു. സൂററ്റിൽ നിന്നൊരു സഹോദരൻ വിളിക്കുന്നു, ബ്രദർ നിങ്ങളുടെ കാര്യങ്ങൾ TV-യിൽ കാണുന്നു. ഞാൻ എന്റെ കാര്യമോ? ഞാൻ നോക്കി വേണ്ട സായു പാലിയോടെന്ന് പറഞ്ഞ അങ്ങോട്ട് വാർത്ത. അയ്യേ, ജനൻ ചാനലിന് വാർത്താ ദാരിദ്ര്യമോ? ഈ പിന്നെ മനം ചാനൽ, ഞാൻ മലം എന്ന് പറയുന്നില്ല, കാരണം എനിക്ക് ഒരു നന്ദി ഉണ്ട് ഈ ചാനലിന്. പെന്തക്കോസ്തിനെതിരെയും ക്രൈസ്തവതയ്ക്കെതിരെയും തിരുവഴുത്തിനെതിരെയും പിന്നെ വാഴമുട്ടം അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെതിരെയും ജനം TV രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഷോ. അതിനെനിക്ക് പട്ടി ഷോ എന്ന് ഞാൻ പറയത്തില്ല. അതിനെനിക്ക് തോന്നുന്നത്, ഈ പട്ടികൾക്കൊരു എല്ല് കിട്ടിയാൽ അതിനെ കടിച്ച് ഓടുന്നത്. വാസ്തവത്തിൽ ആ എല്ലിനകത്തുനിന്ന് ഒന്നും വരികയില്ല, പക്ഷെ എങ്കിലും പട്ടികൾ അതിനെ കടിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവർ ഈ പട്ടി എല്ല് കടിക്കുമ്പോൾ അതിൽ കടിക്കുന്ന സമയത്ത് കുറെ നേരം കടിച്ചു വരുമ്പോൾ ഇവരുടെ മോണയിൽ നിന്ന് ചോര വരും. മോണയിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുമ്പോൾ ഈ പട്ടികൾക്ക് അത് വായിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവും, രക്തത്തിന്റെ ഒരു ഗന്ധം ഉണ്ടാവും. അപ്പൊ വാസ്തവത്തിൽ പട്ടിയുടെ വിചാരം എല്ലിന്ന് ഇത് വരുന്നത് അവന്റെ മോണെന്നാ. ഇവർ എല്ലിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ കുറേശ്ശെ വിഷം ഇവർക്ക് ഇതിനകത്തുനിന്ന് എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ പല്ലിന്റെ ഇറങ്ങി വരുന്നുണ്ട്. ഇവർ ഇത് കുടിച്ച് ആസ്വദിച്ച് പിന്നെയും ഈ എല്ല് കടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് യാതൊന്നുമില്ല. അതുകൊണ്ട് ജനം TV ഒക്കെ അന്ന് തൊട്ട് ഇന്ന് വരെ വേറെ ഒരു വാർത്ത എടുക്കുന്നില്ല. അവരിതിന്റെ പുറകെ നടക്കുക. എപ്പോ നോക്കിയാലും അനിൽ നമ്പ്യാരൊക്കെ ഇത് വേറൊന്നും പറയാനില്ല. ഇവിടെ മതപരിവർത്തനം നടക്കുന്നു, FCRA അക്കൗണ്ട് ഇവിടെ ക്ലോസ് ചെയ്തതുകൊണ്ട് ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചു, പിന്നെ ബിനു വാഴമുട്ടം ആരെയോ എന്തൊക്കെയോ ചെയ്തു, ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേന്ന്. അതിപ്പോ ആരും കാണാതായി, ആ വാർത്ത തന്നെ ആരും ശ്രദ്ധിക്കാതായി. എനിക്കത് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. പെന്തക്കോസ്തുകാർ പൈസ കൊടുത്ത ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവരെ തന്നെ വില കുറച്ച് പറയരുത്. പൈസയ്ക്ക് വേണ്ടി നടക്കുന്നവരാണ് അവര്. വില കുറച്ച് പറയരുത്.
ഹിന്ദു കുടുംബത്തെ മതപരിവർത്തനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത് പൈസ കൊടുത്ത് മറിക്കാൻ പറ്റുന്ന ജനം ഒരു കാര്യത്തിലും നിങ്ങളുടെ വിചാരം ആൾക്കാരെ പൈസ കൊടുത്ത് പെന്തക്കോസ്തി കൊണ്ടുവന്നു ഒരു മനുഷ്യനെയും അങ്ങനെ കൊണ്ടുവരാറില്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ BJPക്ക് എത്ര സീറ്റ് കിട്ടേണ്ടതാ? എന്തുമാത്രം പൈസയാണ് പമ്പ് ചെയ്തത്. അങ്ങനെ ഒരു സീറ്റും ഇവിടെ കിട്ടിയില്ല. ആകെ 3 സീറ്റ് കിട്ടിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന് 102 സീറ്റ് കിട്ടിയതും ഈ പറഞ്ഞ പോലെ BJPക്ക് 3 സീറ്റ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഒരു താമരയുടെ വിജയത്തിലായിരുന്നു, കാറുകളിൽ ചെമ്പരത്തി പോയ വിജയത്തുള്ളായിരുന്നു. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഈ 3 വിരിഞ്ഞത് തന്നെ താമസിയാതെ കൊഴിയും എന്നതിന് സംശയം വേണ്ട. VD സതീശൻ ഈ നിലയിൽ ഭരണം നടത്തി മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഈ വിരിഞ്ഞ 3 കാര്യവും വിഷമം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമൊന്നും വേണ്ട. നിയമത്തും കഴക്കൂട്ടത്തും ഒക്കെ കുറച്ചുകൂടി വൃത്തിയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ നിർത്തിയിരുന്നെങ്കിൽ ഇതൊക്കെ തറവുറാതെ പോകുമായിരുന്നു. അത് കേരളത്തിലൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് PC ജോർജ് നില തൊടാതെ പോയത് കേട്ടോ. ഇനി അയാൾ വെട്ടം കാണത്തില്ല. ജോസ് കെ മാണി കേട്ടോ ഒന്നുമില്ലാതായി പോയത് കേട്ടോ. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. കേരളം ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ജനമാണ് കേരളം. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അത് മലയാള ജനതയുടെ പ്രത്യേകതയാണ്. പിണറായി പോയത് കേട്ടോ. ഇതെല്ലാം നിലതൊടാതെ പോകും. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കേരള ജനത പൊട്ടന്മാരല്ല. കേരള ജനത കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. ജനം TV അല്ല. ആര് കിടന്നിളക്കിയാലും അങ്ങനെ നടക്കത്തില്ല. അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ ചിന്തിക്കും. അർജുന, നീ ആയുധം എടുക്കാൻ ഞാൻ തേർതെളിക്കാം എന്നാ ഹിന്ദുവിനോട് പറഞ്ഞത്. അത് അല്ലാതെ നീ അവിടെ നാമം ചൊല്ലി ഇരുന്നോ പണിയൊക്കെ ഞാൻ നടത്തിക്കോളാം എന്നല്ല ഗീതയിലൂടെ പറഞ്ഞത്. നീ ആയുധം എടുക്കാൻ ഞാൻ മാർഗം കാണിച്ചു തരാം. ടീച്ചറെ, അർജുന നീ നാമം ജപിക്കരുത്, നീ വാളെടുക്കണം. അയ്യോ, ഒരു വെല്ലുവിളിയില്ല അതിനകത്ത് ഒരു പ്രകോപനവുമില്ല, അതിനകത്ത് ഒരു മതവിദ്വേഷവുമില്ല. പരിപാവനമായ വാക്ക്. നീ വാളെടുക്കേണ്ടടുത്ത് വാളെടുക്കണം. ശരി, അപ്പോ ഈ വാളെടുക്കുമ്പോൾ ബാക്കിയുള്ളവന്മാരുടെ കൈയും കാലും എല്ലാം പയർ വിത്ത് നടാൻ പോകുമോ? എന്തിനാ നീയൊക്കെ ചിന്തിക്കുന്നത്? മനസ്സിലാവുന്നുണ്ട്. 4, 3, 7 ദിവസം ജീവിതം, മേലെ ആകാശം കീഴ ഭൂമി. മനസ്സിലായില്ലേ? ഒരു ശ്വാസം. ഇതിന്റെ ഇടയിൽ എന്തൊരു വെല്ലുവിളി, എന്തൊരു കൊലവിളി. ഒരു ചെറിയ ആത്മീയം പറയട്ടെ. അയ്യോ, ഞങ്ങൾ ചെറുപ്പം മുതലേ അപ്പാവികളാണ്, ഒരുത്തൻ അടിക്കാൻ വന്ന് ഞങ്ങളെ കൊണ്ട് പറ്റൂല, കഴിവില്ല, സഹോദരം. ഇതല്ല ആത്മീയത. നീയൊക്കെ ചെയ്യുന്നത് പോലെ അതിലും അതീതമായി, അതിലും വൃത്തിയായി, വൃത്തി എന്നൊരു പദം, അതൊരു പദമാണ്. വൃത്തിയായി ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നില്ല. അവരെയൊക്കെ കുത്തിനെ പിടിച്ച് നിർത്താനൊക്കെ അതിനുള്ള ശേഷിയൊക്കെ ഭാരതത്തിനുണ്ട്. അതിലേക്ക് ഇറങ്ങിയാൽ ഇവരാരും എങ്ങോട്ടൊക്കെ ഓടുവര്. ഇതാണ് യഥാർത്ഥ കൊലവിളി, ഇതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞങ്ങളീ പറയുന്നതെല്ലാം പങ്കിളി കമ്പിത്തിരികൾ മാത്രമാണ്. പിന്നെ ഇതിനേക്കാളും അതീതമായി പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. ഞങ്ങളെ K. തോമസ് പാസ്റ്റർ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നിങ്ങൾ വിവാദം ഗുണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ? ഞങ്ങളെ കൊണ്ട് നിങ്ങളെ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും, പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഈ ബിനു വാഴമുട്ടത്തിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 24 അവേഴ്സും ഈ കീടാണുക്കളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് അങ്ങ് കരഞ്ഞ് മെഴുകുകയായിരുന്നു. ഇവരാണ് ഏറ്റവും സത്യസന്ധമായിട്ട് വാർത്തകൾ മാത്രം കൊടുക്കുന്നവരാ. തിരുവനന്തപുരത്ത് BJPയുടെ ഒരു കൗൺസിലർ കാപ്പ കേസ് പ്രതി, ഇവന്റെ വാർത്തകളൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഈ അയോധ്യയിലെ കൊള്ളയെക്കുറിച്ചിട്ടുള്ള വാർത്ത ചെയ്തിട്ടില്ല. പശ്ചിമ ബംഗാളിൽ ഒരു ക്രൈസ്തവ ദേവാലയം ഈ പറയുന്ന സംഘപരിവാറിന്റെ തീവ്രവാദികൾ അടിച്ച് നിലംപരിശാക്കി, അതിനെക്കുറിച്ചിട്ടൊരു വാർത്ത ഇവർ ചെയ്യില്ല. ഇവർക്ക് മുസ്ലിം, ക്രിസ്ത്യാനി ഈ പേരുകളിൽ ഏതെങ്കിലും ഫ്രോഡുകൾ കാണിക്കുന്ന തെണ്ടിത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ആ വാർത്ത പൊക്കിക്കൊണ്ട് വന്നിട്ട് ആ സമുദായത്തെ മൊത്തം അടച്ചങ്ങ് ആക്ഷേപിക്കും. ഞങ്ങളിവിടെ സംഖ്യകൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സംഖ്യയും മലൻ TV ഒക്കെ വന്നിട്ട് പറയും ഇവിടുത്തെ ഹിന്ദുക്കളെ അധിക്ഷേപിച്ച് ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരാണ് ഇവരുടെ ഈ പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കിടന്നിട്ട് ഉറഞ്ഞങ്ങ് തുള്ളും. സത്യത്തിൽ ഇവന്മാരുടെ തലയ്ക്കകത്ത് ചാണകമല്ല കേട്ടോ, മനുഷ്യ വിസർജ്യത്തെക്കാട്ടി മറ്റെന്തോ കൂടിയ മുന്തിയ ഐറ്റമാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇവർ പ്രവർത്തിക്കത്തില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാസ് കിണ്ണം കാച്ചി മറുപടിയല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.